എല്ലാവർക്കും നമസ്കാരം. പാലക്കാട്ട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഈ ചിങ്ങപ്പുലരിയിൽ തുടങ്ങുന്ന സുഹൃതഹോമവുമായി ബന്ധപ്പെട്ട ഒരു സംശയ നിവാരണ വീഡിയോ ചിത്രീകരണമാണ്. ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംശയം എന്ന് പറയുന്നത് ഇന്ന് കർക്കിടകവാവാണ്. അതായത് ഈ കർക്കിടകവാവില് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഹിന്ദു കുടുംബാംഗങ്ങളെല്ലാവരും സ്വന്തമായി അവരുടെ പിതൃതർപ്പണം പിതൃബലി ചെയ്തു വരുന്നതാണ്. അതെ, എന്തുകൊണ്ട് ഇതേപോലെ തന്നെ സ്വന്തമായ ഈശ്വരാരാധന അവരവർക്ക് തന്നെ ചെയ്തുകൂടാ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്നിപ്പോൾ ഈ കർക്കിടക വാവ് നിന്നും കുറച്ച് ആളുകൾ നാളെ എടുക്കുന്നുണ്ട്. എന്തായാലും ഈ കർക്കിടക വാവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരുടെയും എല്ലാ സ്നാന ഘട്ടങ്ങളിലും പിതൃതർപ്പണ ഘട്ടങ്ങളിലും ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ അതുപോലെ ബലിയിടലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് പിതൃതർപ്പണം ചെയ്യുക. മറ്റാർക്കും അതിനുള്ള അധികാരമില്ല. നമ്മുടെ സിസ്റ്റം പ്രകാരം ആരാണോ രക്തബന്ധത്തിൽപ്പെട്ടിട്ടുള്ള ശേഷക്കാർ, ആ ശേഷക്കാർ മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന തർപ്പണമാണുള്ള പിതൃതർപ്പണം. അത് പറഞ്ഞു കൊടുക്കാനേ ആചാര്യന്മാർക്ക് അർഹതയുള്ളൂ. അവിടെ ശ്രേഷ്ഠമായി നിൽക്കുന്നത് ആ ഭാവം എന്ന് പറയുന്നത് ഭക്തജനങ്ങൾ തന്നെയാണ്, അതാത് രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിലങ്ങനെ വരുന്നത്. ഇതേ ക്രമം നമുക്ക് ഈശ്വരാരാധനയിലും കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം എത്ര കണ്ട് നമ്മൾ പിതൃയജ്ഞം സ്വന്തമായി നേരിട്ട് ചെയ്യുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ദൈവികമായിട്ടുള്ള ദേവയജ്ഞങ്ങൾ നമുക്ക് നേരിട്ട് ചെയ്യാം. അതിനുള്ള ഒരു വേദിയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപം. അല്ല, മുൻകാലങ്ങളിലും നമ്മൾ ചെയ്തിട്ടുള്ള പല ചണ്ഡിയാ ഹോമങ്ങളായാലും സുഹൃതഹോമങ്ങളായാലും അതുപോലെ ശനീശ്വര സമാരാധന ആയാലും ഒക്കെ തന്നെയും ഭക്തജനങ്ങൾക്ക് പുരോഹിതന്മാരുടെ സഹായമില്ലാതെ നേരിട്ട് അവർക്ക് ഈ ഹവിസുകളും ചമതകളും നെയ്യൊക്കെ അർപ്പിച്ച് അഗ്നിയിൽ സമർപ്പിച്ച് ഹോമവിധിപ്രകാരവും അതുപോലെ തന്നെ പൂജാപുഷ്പങ്ങൾ അർച്ചിട്ട് പൂജാവിധിപ്രകാരമൊക്കെ തന്നെ നേരിട്ട് ഈശ്വരാരാധനയിൽ പങ്കെടുക്കാം. കാരണം അത് വലിയൊരു ട്രഡീഷൻ്റെ ഭാഗമാണ്. അതിനെ ആ ട്രഡീഷൻ എന്ന് പറയുന്നത് അവൈദികമായിട്ടുള്ള ട്രഡീഷനാണ്. കാരണം ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് നടത്തുന്ന ആരാധനയ്ക്കപ്പുറം വേറൊന്നും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകൾക്ക് സ്വാഭാവികമായി ദൈവികമായിട്ടുള്ള കർമ്മങ്ങളിൽ ഒരു പേടിയുണ്ടാവും. ഇതിൻ്റെ ക്രമങ്ങൾ എന്താണ്, അത് ചെയ്താൽ നമുക്കത് ശരിയാവുമോ, അതോ നമ്മൾ നല്ലത് വിചാരിച്ച് ചെയ്തിട്ട് അതിന് ചിലതൊക്കെ തെറ്റായി മാറുമോ, ഇതിലെ ശരിതെറ്റുകൾ എന്താണ്, ഇതിൻ്റെ ക്രമങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ നിന്നാണ് ആളുകളിൽ നിന്ന് ക്രമേണ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം. കാരണം ഒരു വൈദിക കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു ഇപ്പോൾ BC 6-ാം നൂറ്റാണ്ട് മുതൽ 6000 നൂറ്റാണ്ട് വരെ BC 6000 വരെയൊക്കെ വേദകാലഘട്ടം പറയുന്നുണ്ട്. അപ്പോൾ ഈ വേദകാലഘട്ടത്തിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നിട്ടുള്ള ചില അവൈദികമായിട്ടുള്ള ആരാധനക്രമങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അതിന് മൊത്തം ശ്രമണ പാരമ്പര്യം എന്ന് പറയാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഈ മഹാളി ഗോശാല എന്ന് പറയും. മഹാളി ഗോശാല എന്നാണ് ആചാര്യൻ്റെ പേര്. ഏതാണ്ട് ഒരു BC 3-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഈ അജീവിക സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ്. എപ്രകാരമാണ് വൈദികമായിട്ടുള്ള ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് തന്നെ അതിന് സമാന്തരമായിട്ട് ഈ അജീവികന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ആരാധനക്രമങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ക്രമം കൊണ്ടുവരികയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ വൈദികമായിട്ട് നമ്മൾ ചെയ്യുന്ന പൂജയുടെയും ഹോമങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് നേരിട്ട് ജനങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, പുരോഹിതന്മാരില്ലാതെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് അത് ഈ രണ്ട് തരത്തിലുള്ള പൗരോഹിത്യ ബ്രാഹ്മണ്യവും ജ്ഞാനബ്രാഹ്മണ്യം, ഈ രണ്ട് തരത്തിലുള്ള ബ്രാഹ്മണ്യങ്ങളുടെ ഒരു കലർപ്പിലാണ് ഈ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിന് മേൽക്കൈ കിട്ടുമ്പോഴാണ് ഈ സാധാരണ ആളുകളിൽ നിന്നും ഈ അനുഷ്ഠാനങ്ങളൊക്കെ, പ്രത്യേകിച്ച് വൈദിക മുറയിലൊക്കെ പ്രപഞ്ച ശക്തികളെ കണ്ട് ആരാധിക്കുന്ന രീതിയാണല്ലോ, അത് മാറിപ്പോയത് അങ്ങനെ. വാസ്തവത്തിൽ പിതൃക്കൾക്ക് എങ്ങനെയാണോ അവനവൻ ചെയ്യുന്നത് അതുപോലെ ദേവന്മാർക്കും ദേവയജ്ഞവും ചെയ്യാം.
ഓ സംശയമേ അപ്പോൾ ഇല്ല. ജ്ഞാനമായ ഒരു മാർഗം അതാണ് പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ നടക്കുന്നത്. അതെ. കാരണം പുരോഹിതന്മാരല്ലാതെ ജ്ഞാനത്തിന്റെ അറിവുകളോട് കൂടി നടക്കുന്ന ഒരു കർമ്മമാണ് പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ ഈ വരുന്ന ചെയ്യുന്നു. സുഹൃതഹോമമായാലും അതെ. അതല്ലാതെ വരുന്ന എല്ലാ കർമ്മങ്ങളും എന്നാണ് നമ്മൾക്ക് ജനസമൂഹത്തോട് അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തോട് പറയാനുള്ളത്. അതന്നെയാണ്. അത് നമ്മൾ പലതും എന്തിനാണ് ഈ അനുഷ്ഠാനം? ശരിക്കും ജ്ഞാനാണ് പ്രധാനം, ജ്ഞാനമാർഗ്ഗമാണ് പ്രധാനം. പക്ഷെ അനുഷ്ഠാനത്തിലേക്ക് വരാൻ കാരണം സാധാരണ മനുഷ്യന്മാർക്ക് അനുഷ്ഠാനമില്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പല പല കഥകൾ പറഞ്ഞാലേ ചില തത്വങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്നതുപോലെ ചില അനുഷ്ഠാനങ്ങളിലൂടെ കടത്തിവിടുമ്പോഴാണ് ഈ ആളുകൾക്കിത് മനസ്സിലാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അനുഷ്ഠാന ക്രമം വെച്ചത്. അതനുസരിച്ച് ഈ സുഹൃത ഹോമത്തിൽ ഒരു ഭക്തനെ ആ ഹോമകുണ്ഡത്തിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നേരിട്ട് ഹോമങ്ങൾ നടത്താം.